വരുന്നവർക്ക് കയ്യിൽ കൊടുക്കാം. പിന്നെ സിമ്പിൾ ആയിട്ട് കൊടുക്കാം. ഫുൾ ഗ്യാരണ്ടീഡ് ആണ്. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. മൊത്തത്തിൽ അത്യാവശ്യം നീറ്റുള്ളൊരു നല്ലൊരു ലിവ 1.65 ഓടിയ 2014 GD. ഇത് വേറെ ക്ലെയിം ഒന്നും കൊണ്ട് മാറ്റിയില്ല. ഒന്നുമില്ല. കാരണം അങ്ങനത്തെ അതുകൊണ്ടാണ് എടുത്ത് വെച്ചത്. അത് ധൈര്യമായിട്ട് നോക്കാം, കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം. ക്ലെയിം ഉണ്ടോ അല്ലെങ്കിൽ തട്ടുമുട്ടുണ്ടോ എന്നൊക്കെ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പാർട്ടി എടുത്താൽ മതി. ചെക്ക് ചെയ്യാവുന്നതുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളൊരു പുതിയ ഷോറൂം കൂടെ പരിചയപ്പെടുത്താം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ഷോറൂമാണ് പരിചയപ്പെടുത്തുന്നത്. റീവണ്ടികളുടെ ഒരു ഷോറൂമാണ്. ഫുൾ റീവണ്ടികൾ, അതർ സ്റ്റേറ്റ് വാഹനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്, തിരൂർ ഭാഗത്തായിട്ട്. കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നുവ എന്നാണ്, നുവ അതർ സ്റ്റേറ്റ് യൂസ്ഡ് കാസ് എന്നാണ് ഷോറൂമിൻ്റെ പേര് വരുന്നത്. കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം നുവയുടെ ഓണർ ഷാബിർ ബ്രോ. സ്വാഗതം. താങ്ക് യു. അപ്പോൾ എത്ര കാലം ഈ ഒരു ഷോറൂം തുടങ്ങിയിട്ട്? ഇപ്പോൾ ഷോറൂം ഇപ്പോൾ ഇട്ടിട്ട് 1 മാസമായിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ സാധാരണ നമ്മളെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ആദ്യം കൊടുക്കുന്നത്. ഡയറക്റ്റ് പാർട്ടിയിൽ ഇരുന്നതിന് നമ്മൾ ഡയറക്റ്റ് ക്യാഷ് വാങ്ങിയിട്ട് അവർക്ക് ഇറക്കി കൊടുക്കലായിരുന്നു. ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ വണ്ടി ഷോപ്പ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ ഓപ്പൺ ആക്കി. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ? തിരൂര് എത്തുന്നതിന് മുന്നേ തലക്കെടുത്തൂർ എന്ന് പറയും. അതായത് കോട്ടയ്ക്ക് നിന്ന് വരുന്നവർക്ക് തലക്കെടുത്തൂർ, തിരൂർ എത്തുന്നതിന് 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. തിരൂർ ടൗണിൽ തന്നെ. തലക്കെടുത്തൂര് സ്പോട്ട് വരുന്നത് തലക്കെടുത്തൂർ, അതാണ് ലൊക്കേഷൻ വരുന്നത്. അതെ. കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം തന്നെ ബോർഡും കാണിച്ചിട്ടുണ്ടാവും നുവയുടെ, അതിൻ്റെ അകത്തുകൊണ്ട് കോൺടാക്ട് നമ്പർ. അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണ് വണ്ടികൾ എടുക്കാറുള്ളത്? ഞാൻ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് പാർട്ടിന്റെ അടുത്ത് നിന്നാണ്. ഡയറക്റ്റ് പർച്ചേസിംഗ് ആണ്. അതായത് നമ്മളെ കച്ചവടക്കാരുടെ അടുത്തുള്ള ഡീലിംഗ് ഇല്ല. ഡയറക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ പാർട്ടിക്ക് തന്നെ ഡയറക്റ്റ് കൊടുക്കണം. ഇപ്പൊ ഇന്ന് പോകാൻ നിൽക്കാണ് ഡൽഹി. ഇന്ന് വൈകിട്ട് പോകുന്നത്. എവിടെയൊക്കെ പോകുന്നത്? ഡൽഹി അല്ലേ? ഡൽഹി. ഞാൻ അലിഗഡ് യൂണിവേഴ്സിറ്റിന്റെ അടുത്താണ് എന്റെ ഇത് വരുന്നത്, എന്റെ ഫ്ലാറ്റ് വരുന്നത്. ഞാൻ അവിടെ താമസവും. പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ളതാണ് കൂടുതൽ വരുന്നത്. നമ്മൾ ഡൽഹി ടൗണിൽ വണ്ടികൾ കുറവാണ്. പിന്നെ അവിടെയുള്ള കച്ചവടക്കാരെന്ന് വെച്ചാൽ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്തിട്ട് അവിടെ കൊടുന്ന് ഇടുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ പൊതുവെ വണ്ടി കുറവാകും. അതെ. പിന്നെ പൊല്യൂഷന്റെ പ്രശ്നം കാരണം വണ്ടികൾ എടുക്കാനും നമ്മൾ പുറത്തിറക്കാനൊക്കെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മഞ്ഞിന്റെ സീസൺ ആയതുകൊണ്ട് ഇനിയിപ്പോൾ കൂടി വരികയാണ്. അപ്പോൾ പിന്നെ ഇറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. നമ്മൾ വണ്ടികൾക്ക് എന്തെങ്കിലും ഉറപ്പ് കൊടുക്കുന്നുണ്ടോ? ഫുൾ ഗ്യാരണ്ടീഡ് ആണ്. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടികൾ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. റീപ്ലേസ് ഇല്ലാത്ത വണ്ടികൾ. ഒരു റീപ്ലേസ്മെന്റ് എടുക്കില്ല. ഇല്ല. അപ്പൊ മെയിൻ ക്ലാസ് വന്നു കഴിഞ്ഞാൽ നമ്മളത് പറയും, പറഞ്ഞിട്ടാണ് പാർട്ടിനോട് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. വീഡിയോ കൊടുക്കുക അല്ലേ? താങ്ക് യു. ആദ്യം നമുക്ക് ഇതിൽ തന്നെ തുടങ്ങാം. ടൊയോട്ട ഫോർച്യൂണറാണ്. ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത വാഹനം. TRD കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2011 മോഡൽ 4x4 ആണ്. ഓക്കെ. സെക്കൻഡ് ഓണറിൽ വണ്ടിയാണ്. അത് അലിഗഡ് ഒരു മെമ്പർ വണ്ടിയായിരുന്നു. ഞാൻ എടുക്കുമ്പോൾ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഞാൻ സ്വന്തമായിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. ഇപ്പോൾ നമ്മളത് സെയിൽ കിട്ടുന്നതേ ഉള്ളൂ. 2011 4x4 ആണ്. 4x4 മാനുവൽ വാഹനം. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഒരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല വണ്ടിമേൽ. ക്ലീൻ പീസാണ് വണ്ടി. ഓക്കെ. നമ്മൾ TRD കിറ്റ് കയറ്റിയിട്ട് ഇപ്പോൾ ചേഞ്ച് വരുത്തിയെന്നേ ഉള്ളൂ. അതായത് ഇതിന്റെ ആദ്യത്തെ പാർട്സ് ഒക്കെ കയ്യിലുണ്ടോ? മെയിൻ അതെ, ബോണറ്റ് മാത്രമേ നമ്മൾ മാറ്റിയിട്ടുള്ളൂ. ബോണറ്റ് പിന്നെ ന്യൂ ഷേപ്പിക്ക് മാറ്റണമല്ലോ. അതുകൊണ്ട് ബോണറ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. അത് കാണിച്ചു കൊടുക്കാം. എങ്ങോട്ടെങ്കിലും NOC എടുത്തോ? NOC എടുത്തിട്ടില്ല. പാർട്ടിന്റെ പേരിൽ എടുത്തു കൊടുക്കുക. ഫുൾ പേപ്പർ വർക്ക് കഴിച്ചു വെച്ച വണ്ടിയാണ്. എടുത്ത് കൊണ്ടുപോകാൻ ഏത് RTO ഓഫീസിലാന്ന് വെച്ചാൽ അങ്ങോട്ട് ചേഞ്ച് വെക്കാം. അപ്പോൾ ഈ എന്താ പറയാ, നമ്മളെ ഓണർഷിപ്പ് ചേഞ്ചിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ആളുകൾക്ക്. അതായത് ഇപ്പോൾ 3rd ആയി 4th ആയി എന്നുള്ള ആ ഒരു വിഷയം വരണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളത് അങ്ങനെ ചെയ്യുന്നതിനാണ്. പാർട്ടിക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അവർ പിന്നെ ഓണർഷിപ്പിൽ അങ്ങനെ നിന്നോളും. പിന്നെ അവർക്ക് അവരുടെ രജിസ്ട്രേഷൻ കിട്ടും. അതെ. ഓക്കെ. അതാണ് 2011 4x4. എത്ര കിലോമീറ്റർ? ഇത് ടോട്ടലി ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് 2023 വരെ 172 ഓടിയിട്ടുള്ളൂ. 1,72,000. ഫുൾ സർവീസ് കമ്പനി പ്രോപ്പർ സർവീസാണ്. എങ്ങനെ ചെയ്ത കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ ഡീറ്റെയിലും ഉണ്ട്. അതിന്റെ കമ്പനിയിൽ നിന്ന് അവർക്ക് എടുക്കാവുന്നതാണ്. വരുന്നവർക്ക് കൈ കൊടുക്കാമല്ലോ അല്ലേ? എങ്ങനെ വരുന്നവർക്ക് കയ്യിൽ കൊടുക്കാം. പിന്നെ സിമ്പിൾ ആയിട്ട് കൊടുക്കുക. ഫുൾ ഗ്യാരണ്ടീഡ് ആണ്. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണ്? പ്രൈസ് വരുന്നത് നമ്മളിപ്പോൾ ടോട്ടൽ കേരള പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആയിട്ടുള്ളത് 11 ലക്ഷം രൂപയ്ക്ക്. 11 ലക്ഷത്തിന് ഫുൾ കേരള നമ്പർ ആക്കിയ ശേഷം നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ആവുന്ന 11 ലക്ഷത്തിന് ഈ ഒരു വാഹനം കൊണ്ടുപോകാൻ. 2011 4x4 മാനുവൽ വാഹനമാണ്. 1.72 ഓടിയ വാഹനം. ഓക്കെ. മാറിയാലേ ലോണും കാര്യമൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ. ചാൻസ് കുറവാണ്. 11 മോഡലായത് കുറവാണ്.
പക്ഷെ വണ്ടി ഫുൾ ഗ്യാരണ്ടീഡ് ആണ്. ആർക്കും വന്ന് ചെക്ക് ചെയ്യുക, കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, നോ പ്രോബ്ലം. എടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഇന്നോവയാണ്, HR രജിസ്ട്രേഷനിൽ കിടക്കുന്നൊരു ഇന്നോവ. എങ്ങനെയാണ് കാര്യങ്ങൾ ഇത്? ഇത് 2015 മോഡലാണ്. സെക്കൻഡ് ഓണറാണ് വണ്ടി. വണ്ടി ടോട്ടലായിട്ട് ഓടിയിട്ടുള്ളത് 67,000 കിലോമീറ്റർ ആണ്. 67,000 കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ്. ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്. പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോയിട്ടുള്ളൂ. ഓക്കെ, 67,000 അത്ര ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതെ, കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറ്റും. ഫുൾ ഗ്യാരണ്ടി. ഇവിടുന്ന് കുറെ ദൂരം ഉണ്ടോ? ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ, 4-5 കിലോമീറ്റർ മാക്സിമം. അത്രേ ഉള്ളൂ. അവിടെ തന്നെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഇപ്പൊ ഇന്നലെ നമ്മൾ ഡെലിവറി കൊടുത്ത ഒരു വണ്ടി ഉണ്ടായിരുന്നു, പാലക്കാടുള്ള ടീമായിരുന്നു. അവർ നേരിട്ടിട്ട് ഇവിടെ നമ്മളെ ടൊയോട്ട കാണിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടാണ്. ഓക്കെ, 2015 67,000 സെക്കൻഡ് ഓണർഷിപ്പ്. G4 അത് G4 വാഹനം. അലോയ്സും കാര്യങ്ങളൊന്നും വരില്ല. ഓട്ടോ ക്ലൈമറ്റ് AC ഒന്നും. ടയറൊക്കെ നല്ല അത്യാവശ്യം ഒരു 80-85% ടയറും ഉണ്ട്. ടയേഴ്സ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ എടുക്കുന്നവർക്ക് ജസ്റ്റ് ഡീസൽ അടിക്കുക, ഓടിക്കുക. അത്രേ ഉള്ളൂ. വർക്കുകളൊന്നും ഇല്ല. വർക്ക് എന്തെങ്കിലും ഉണ്ടെന്ന് പറയണമെങ്കിൽ നമ്മളത് ചെയ്ത് കൊടുക്കും. ഓക്കെ, 67,000. ഓക്കെ, നിങ്ങളുടെ സർവീസ് ഹിസ്റ്ററി എന്തായാലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി നിങ്ങളുടെ കയ്യിൽ എവിടെ ഏത് ഷോറൂമിൽ നിങ്ങൾ ഹിസ്റ്ററി നോക്കാൻ പോയാലും അതിൻ്റെ കറക്റ്റ് ഡേറ്റ് വൈസ്, കിലോമീറ്റർ വൈസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ജനറൽ സർവീസ്, ഓയിൽ സർവീസ് കാര്യങ്ങൾ, ഫിൽറ്റർ ചേഞ്ചിങ് അടക്കം അതിന്റെ മേലേക്ക് വരുന്നത്, ഇപ്പോൾ ബ്രേക്ക് പാഡ് മാറുന്നത്, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള വണ്ടി വന്ന് ചെക്ക് ചെയ്താൽ അവർക്ക് അറിയാൻ കഴിയും. അതായത് നോർമലി ഇപ്പോൾ നോക്കിയാൽ തന്നെ വണ്ടിന്റെ ഒരു ഭാഗങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ അത് ഓടിയതാണോ ഓടിയതല്ല എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും. ഫുള്ളായാലും ഇന്റീരിയർ ആയാലും ഒക്കെ. ഓക്കെ, അപ്പോൾ ഇത് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് ആസ്ക് ചെയ്യുന്നത് 8 രൂപയാണ്. പക്ഷേ 8.4 നമുക്ക് കൊടുക്കാം വിത്ത് NOC. NOCയിൽ 8,20,000. എങ്ങോട്ടും NOC എടുത്തിട്ടില്ല, നിങ്ങളുടെ RTOയിലേക്ക് എടുത്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ആരുടെ പേർക്കാണോ അവരുടെ പേർക്ക് നമുക്ക് NOC എടുത്ത് കൊടുക്കാം. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ 1 ലാഖ് എന്തായാലും പേപ്പർ ചേഞ്ച് ചെയ്യാൻ വരും, കാണ്ടി വരും. അങ്ങനെയാണ് കേരള നമ്പർ ആക്കിയാൽ 9.4, അല്ലാതെ 8.4. അത്രയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകും ഈ ഒരു വാഹനം. അടുത്ത വണ്ടിയിലേക്ക് ഇന്നോവ ക്രിസ്റ്റയാണ് അടുത്തത്. എന്താ പറയാ, ഇപ്പൊ കേരളത്തിൽ ഈ റീവണ്ടികൾ മെയിനായിട്ട് കളിക്കുന്നത് ക്രിസ്റ്റ. ഇന്നോവകൾ കുറഞ്ഞു തുടങ്ങിയില്ല. അതെ, ഇന്നോവ പൊതുവെ നിർത്തലാക്കിയ മാതിരിയായി, കുറഞ്ഞു തുടങ്ങി. അവിടുന്ന് കിട്ടല് കുറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ക്രിസ്റ്റ തന്നെയാണ് കൂടുതൽ കളിക്കുന്നത്. ഡൽഹി വണ്ടിയാണ്. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2018 മോഡല് 19 രജിസ്റ്റർ വണ്ടിയാണ്. ഓക്കെ, വിത്ത് കമ്പനി സർവീസ്. 150, അതായത് 150 ഓടിയിട്ടുള്ളൂ. ഓക്കെ, കമ്പനി സർവീസ് ആണ്. എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഫുൾ കമ്പനി സർവീസ് ആണ്. ഏതോ ഓപ്ഷൻ? അത് 2.8 Z ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. 18 മോഡൽ 19 രജിസ്റ്റർ വണ്ടി. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടില്ല. ഏറ്റവും ടോപ്പിന്റെ. എന്താ വർക്കോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ല. ഇത് ഇപ്പൊ നമ്മള് ഗ്ലാസ് വരെ മാറിയിട്ടില്ലാത്ത വണ്ടിയാണ്. ടോട്ടലി നമുക്ക് ഇത് ഈ വണ്ടി വിത്ത് NOCയിൽ 50 ലാഖിന് കൊടുക്കാം. 15 ലക്ഷം NOC പ്രൈസ് ആണ്. 18 മോഡൽ 19 രജിസ്ട്രേഷൻ Z ഓട്ടോമാറ്റിക് ക്രിസ്റ്റ. നിങ്ങൾക്ക് കൊണ്ടുപോകാം. NOC പ്രൈസ് എങ്ങോട്ടും എടുക്കാം. കമ്പനി ചെക്ക് ചെയ്യാം അവർക്ക് കൊണ്ടുപോയിട്ട്. മറ്റേ എന്താ പറയാ, നമ്പർ കൊടുത്താൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അടിപൊളി ടയേഴ്സ് ഉണ്ട് കേട്ടോ. ടയറൊക്കെ പുതിയ ടയറുകളാണ്. കസ്റ്റമർ അങ്ങനെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട്. കച്ചവടക്കാരെ എടുത്തതല്ലോ, ഡയറക്റ്റ് പാർട്ടി ഇരുന്നാണ് നമ്മൾ വണ്ടി പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ അറിയും, ഒരുവിധം ടീമുകൾക്കൊക്കെ എന്നെ പറ്റി അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എടുത്തു കൊണ്ടുപോയി ഡീസൽ അടിക്കുക, ഓടിക്കുക. ജസ്റ്റ് ഒരു ജനറൽ ചെക്കപ്പ്, അലൈൻമെന്റ്, അത്രേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് മാറുന്നത് എത്ര കാണും? ഇതിപ്പോ 2-3 രൂപ ടോട്ടൽ വരും ചേഞ്ച് ആക്കാൻ. കാരണം 2019 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. 18-19 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഒരു 3ന്റെ ഉള്ളിലായിട്ട്. അപ്പോൾ 19 ശേഷം ഇപ്പോൾ എത്ര വർഷം കഴിഞ്ഞു? 15 വർഷം. അതെ, അതിന്റെ ആ ഒരു മാറ്റി വരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഒരു ന്യൂ ഷേപ്പ് ഫോർച്യൂണറാണ് അടുത്ത വാഹനം. UK ഉത്തരാഖണ്ഡ് അല്ല? അത്രേ കണ്ടതാണ്. ഓക്കെ, ഡൽഹിയിലാണ്, പ്രോപ്പർ ഡൽഹിയിലാണ് കസ്റ്റമർ. അവരവിടെ രജിസ്റ്റർ, അവരുടെ അഡ്രസ് അവിടെ ആയതുകൊണ്ട് അവിടെ രജിസ്റ്റർ. അത് പിന്നെ ഡൽഹിയിൽ ഈ എന്താ പറയാ, ഹരിയാന, ഉത്തരാഖണ്ഡ്, UP ഇതൊക്കെ എങ്ങനെ കിടക്കും? രാജസ്ഥാനൊക്കെ കിടക്കും. ഓക്കെ, എങ്ങനെ കാര്യങ്ങൾ? ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 195 ടോട്ടൽ വണ്ടി ഓടിയിട്ടുള്ളത് വിത്ത് കമ്പനി സർവീസ്. അപാകതകളായിട്ടുള്ളത് ഡിക്കി ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഡിക്കി ഗ്ലാസ് മാത്രം കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചേഞ്ച് ആക്കിയിട്ടുള്ളത്. ഓൾറെഡി കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. വേറെ ഒരു അപാകതയും വണ്ടിമേലില്ല. ഓട്ടോമാറ്റിക് മാനുവൽ. ഇത് ഓട്ടോമാറ്റിക് സിഗ്മ 4x4 ആണ്. ഓട്ടോമാറ്റിക്കലി സിഗ്മ 4x4 ആയിട്ട് വരുന്ന 4x4 2017 മോഡൽ. ഓക്കെ, ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഇത് നമ്മൾ ടോട്ടൽ 1,95,000 കിലോമീറ്റർ. 195 ഓടിയ കമ്പനി സർവീസ് ഫുൾ ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഓക്കെ, ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഡിക്കിന്റെ വേറെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ്, ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും ആക്സിഡന്റ് ഇല്ലാത്ത, പൊതുവേ നോർമലി ആക്സിഡന്റ് ഇല്ലാത്ത വണ്ടിയാണ്. ഓക്കെ, NOC എവിടെ എടുത്തിട്ടുള്ളൂ? ഇല്ല, എടുത്തിട്ടില്ല. ഇതിപ്പോൾ എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമുക്ക് 21.5 രൂപയാണ് ആസ്ക് ചെയ്യണത്. ഒരു 21 രൂപയ്ക്ക് വിത്ത് NOCയിൽ കൊടുക്കാൻ. 21 ലക്ഷം. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറണമെന്നുണ്ടെങ്കിൽ 4 ലക്ഷം രൂപ വരുന്നു. ഒരു 25 ലക്ഷം കണ്ടാൽ നിങ്ങൾക്ക് കേരള പേപ്പർ ആക്കാൻ പറ്റും. ഇതിനും വേറെ വർക്കൊന്നുമില്ല അല്ലേ? ഇല്ല, അപ്പൊക്കെ നല്ല വണ്ടി. ടയേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം. നിങ്ങൾ വേറെ ഒന്നും അഡീഷണൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നും ചെയ്യണ്ട. കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആണ്. അതായത് 2024 10 മാസം വരെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത വർഷത്തേക്കുള്ള സർവീസേ ഉള്ളൂ. ഓക്കെ,
അടുത്തൊരു ഗ്രേ ഇന്നോവയാണ്, HR രജിസ്ട്രേഷൻ തന്നെ. എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2015 മോഡല് സെക്കൻഡ് ഓണർ വരുന്ന വണ്ടിയാണ്. ഓക്കെ. ഇത് ടോട്ടലായിട്ട് കമ്പനി സർവീസിൽ 23-ല് 1,00,000 കിലോമീറ്ററാണ് ടോട്ടൽ ഇപ്പോൾ ഓടിയിട്ടുള്ള വണ്ടി. ഇപ്പൊ നമ്മൾ ടോട്ടൽ ഇപ്പോൾ ഇവിടെ എത്തിയതിനു ശേഷം ഒരു 1,9 സംതിങ് ആയി, അതായത് 9,000 കിലോമീറ്റർ എക്സ്ട്രാ ഓടിയിട്ടുള്ളത്. 24ത്തെ സർവീസ് ചെയ്യാനുണ്ട്, 23ത്തെ സർവീസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് വരുന്നത് ക്രിസ്റ്റയുടെ അലൈവിയിലുണ്ട്, അടിപൊളി ടയർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് വരികയാണ്. വേറെ അപാകതകളൊന്നും തന്നെ ഇല്ല. മെയിൻ ആയിട്ടുള്ളത് നമ്മൾ മെയിൻ ഗ്ലാസ് മാറിയിട്ടുള്ളത് 16ത്തെ ഗ്ലാസ്സിനാണ്, അത് കമ്പനിയിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആക്സിഡന്റ് അല്ല, പൊട്ടിയിട്ട് മാറിയത്. ഒരുവിധമുള്ള ആളുകൾക്ക് അറിയാം, ഡൽഹി വാഹനങ്ങൾക്ക് മെയിൻ ഗ്ലാസ് എന്തായാലും ചിലതിന് മാറിയിട്ടേ വരുള്ളൂ. കാരണം അത് ആക്സിഡന്റ് കൊണ്ടല്ല, അവിടുത്തെ ചൂടും പിന്നെ പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ കൂടെ ആയിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടാണത്. ഓക്കെ. എന്തായാലും 2015 മോഡല് ഏതോ G4 തന്നെ സെയിം. ഓക്കെ. എത്ര കൊടുക്കാൻ പറ്റും? ഇതിപ്പോ നമ്മളൊരു ചെറിയ ഓഫർ വെച്ചിട്ടുണ്ട്, 8 ലക്ഷം രൂപയ്ക്ക് വിത്ത് NOC നമുക്ക് കൊടുക്കാം. 8 ലക്ഷം അഡീഷണൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നേരത്തെ കാണിച്ചത് 8,400. ഇത് 8 ലക്ഷത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1,10 ഉള്ളിലാണ് ഓട്ടം രണ്ടും. ഓക്കെ. അപ്പോൾ ഓട്ടം കുറഞ്ഞൊരു ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് G4. ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ, കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യുക. ഒരു ചെറിയ അപാകത പോലും ഫ്രണ്ടേജോ കാര്യങ്ങളോ ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. അഡീഷണൽ ക്രിസ്റ്റയുടെ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ ടച്ച് സ്ക്രീൻ സെറ്റ്, റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നല്ലൊരു ഇന്നോവ ആണെങ്കിൽ എടുത്തോളൂ, 8 ലക്ഷത്തിന് കൊണ്ടുപോകാം. ഇങ്ങോട്ടേക്ക് മാറുന്ന ഒരു 1 ലാഖും കാണും. 1 ലാഖ് ഇല്ല, 1 ലാഖിന്റെ ഉള്ളിലായിട്ട് ഏകദേശം 1 ലാഖ് വരെ. അടുത്തത് മൈലേജ് രാജകുമാരൻ, ഒരു ഡീസൽ എറ്റിയോസ് ലിവയാണ്. ഇത് കേരള നമ്പർ ആയതാണ്, കേരള 55 തിരൂർ തന്നെ അല്ലേ? ഇവിടെ തന്നെ നമ്പർ ആയ വാഹനം. എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2014 മോഡല്, സിംഗിൾ ഓണർ ആയിരുന്നു, ഇപ്പൊ സെക്കൻഡ് ഓണർക്ക് ചേഞ്ച് ആക്കിയിട്ടുള്ളത്. ഇവിടെ 1,66 കമ്പനി സർവീസ്. വേറെ അപാകതകളായിട്ട് ഒന്നും തന്നെ ഇല്ല, ഒന്നുമില്ല, ക്ലീൻ വണ്ടിയാണ്. ഓപ്ഷൻ ഇത് GD AC പവർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എല്ലാം ഉണ്ട്, എല്ലാ ഇതുണ്ട്. ഓക്കെ. അത്രയും ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനം. അത്യാവശ്യം നല്ല ടയേഴ്സും ഉണ്ട്, ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. മൊത്തത്തിൽ അത്യാവശ്യം നീറ്റുള്ളൊരു നല്ലൊരു ലിവ. 1,65 ലോഡ്, 2014 GD. ഒരു 20 അബവ് എന്തായാലും മൈലേജ് കിട്ടും. അതെ, എന്തായാലും കിട്ടുന്നുണ്ട്. നമ്മൾ കൂടുതലും വണ്ടികളെ ഓടിച്ചു കൊണ്ടിരുന്നതാണ് അവിടെ. ഞാൻ കൂടുതലും റൺ ചെയ്തിട്ട് കൊണ്ടിരുന്നത്. ഞാൻ കൂടുതൽ മറ്റേ എന്താ പറയാ, നമ്മളെ കണ്ടെയ്നറിൽ ഇടലില്ല, കുറെ സ്ക്രാച്ച് ആയിട്ടും പിന്നെ ജസ്റ്റ് ഗ്ലാസ്സുകളൊക്കെ ചില ടൈമിൽ പൊട്ടാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ കൂടുതൽ ഓടിച്ചിട്ടുണ്ട്. എങ്ങനെ എത്ര പയ്യന്മാരുണ്ട്, അപ്പൊ അവരും ഞാനും കൂടി ഒരുമിച്ച്. ഇത് 22, 21 കറക്റ്റ് കിട്ടുന്ന വണ്ടിയാണ്. അത് ചെക്ക് ചെയ്യാവുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇറ്റിയോസ് ലിവനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ടൊയോട്ടന്റെ വണ്ടിയിൽ അത് ന്യൂ ഷേപ്പിക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. വേറെ അടിയൊന്നും വന്നിട്ടില്ല? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാം, ഒരാള് വന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് കൊണ്ടാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 4,400 നമുക്ക് കൊടുക്കാം. 4.5 ആസ്ക് ചെയ്യുന്നത് 4,400 നമുക്ക് 4,25,000 രൂപയ്ക്ക് 2014 ഡീസൽ എറ്റിയോസ് ലിവ, കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകും. ഇനി ഒന്നും ചെയ്യാനില്ല, ലോണും കിട്ടുമല്ലോ. ലോൺ ഫുൾ മാക്സിമം ഒരു 3.5-3.25 വരെ ലോൺ ചെയ്യാൻ പറ്റും. 3.25 വരെ ലോൺ കിട്ടുന്നുണ്ട്. ചെറിയ ഡൗൺ പേയ്മെന്റ് ഒരു ഡീസൽ ലിവോ ആണെങ്കിൽ നേരെ വിളിച്ചോ. അടുത്ത ക്രിസ്റ്റ എത്തിക്കഴിഞ്ഞു. ഇത് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തൊരു വാഹനം അല്ലേ? അപ്പൊ ഏതാ മോഡൽ? 2018 മോഡല്, സിംഗിൾ ഓണർ ആയിട്ട് കിടക്കുന്ന വണ്ടിയാണ്. നമ്മൾ NOC എടുത്തിട്ടുണ്ട്, അത് ഇനി പാർട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഏതാ G4 തന്നെയാ? G4 അല്ല, ഇത് 2.8 Z ആണ് ഓട്ടോമാറ്റിക്. ഓക്കെ. നേരത്തെ കണ്ട അതേ സെയിം, പക്ഷെ അത് 19 രജിസ്റ്റർ, ഇത് 18 മോഡൽ തന്നെയാണ്. ഓക്കെ. അതും കൺവേർട്ട് ആയിരുന്നില്ല? അല്ല, അത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്, ന്യൂ ഷേപ്പിൽ കൺവേർട്ട് ചെയ്തുള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ക്രിസ്റ്റ 2.8 2.8. ഓക്കെ. ഓട്ടോ എത്ര? ഇത് ടോട്ടൽ 128 ഓടിയിട്ടുള്ളൂ. 128 ടോട്ടൽ കമ്പനി സർവീസിൽ ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഓക്കെ. അത് കുറച്ച് കൂടുതൽ ഓടിയിട്ടുണ്ടല്ലേ? അത് 150, 150. ഇത് 128. ഞാൻ 1.5 ഉള്ളിൽ ഓടിയ വണ്ടികളെ കൂടുതൽ പർച്ചേസ് ചെയ്യലുള്ളൂ. ഇത് വേറെ ക്ലെയിം ഒന്നും കൊണ്ട് മാറ്റി? ഇല്ല, ഒന്നുമില്ല. അതെ, ചിലർ ചിന്തിക്കും. അതുകൊണ്ടാണ് എടുത്ത് വെച്ചത്. അത് ധൈര്യമായിട്ട് നോക്കാം, കമ്പനി കൊണ്ട് ചെക്ക് ചെയ്യാം, ക്ലെയിം ഉണ്ടോ അല്ലെങ്കിൽ തട്ടുമുട്ടുണ്ടോ എന്നൊക്കെ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് പാർട്ടി എടുത്താൽ മതി. അവരുടെ നമ്പറിൽ തന്നെ ചെക്ക് ചെയ്യാവുന്നതുള്ളൂ. എത്ര കൊടുക്കാൻ പറ്റും ഇത്? നമുക്ക് ഇപ്പോൾ നമ്മളെ ആസ്ക് ചെയ്യുന്നത് 16,000 രൂപയാണ്, പക്ഷെ 16 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വിത്ത് NOC കൊടുക്കാം. 16 ലക്ഷത്തിന് അല്ലേ? 16 ലക്ഷത്തിന് നമ്മൾ ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ കൺവേർട്ട് ചെയ്തതിന്റെ ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്. അത് നമ്മൾ 15 ലക്ഷം രൂപയ്ക്ക് 15 NOC പറഞ്ഞതാണ്. അതേ മോഡൽ, അതായത് അതിന് രജിസ്ട്രേഷൻ കൂടുതലാണ്, പക്ഷെ ഇത് കൺവേർഷൻ നടത്തിയതുകൊണ്ട് ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. 128 ഓടിയിട്ടുള്ളൂ.
അപ്പോൾ വിത്ത് സർവീസ് റെക്കോർഡ് 16 lakhs അല്ലേ? ഓക്കെ, 16 ലക്ഷത്തിന് നിങ്ങൾക്ക് ഈ ഒരു വാഹനം NOCയിൽ കൊണ്ടുപോകാം. ഇത് മാറണമെങ്കിൽ ഒരു അതെ സെയിം തന്നെ ഒരു 2.25 അറേഞ്ച് വരും പേപ്പറൊക്കെ. വീണ്ടും ഒരു മൈലേജ് കിങ് അയ്യോ ഹോണ്ട സിറ്റി. അതെ, ഡൽഹി രജിസ്ട്രേഷനിൽ കിടക്കാണ്. ഗ്ലാസ് ചെറിയൊരു പൊട്ടുണ്ട്, ക്രാക്ക് മാറിയിട്ടല്ലോ, മാറ്റി കൊടുക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? ഇത് 2016 മോഡല് വി ഓപ്ഷനിൽ വരാൻ സൺറൂഫ് ഇല്ലാത്ത വണ്ടിയാണ്. 2016 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. വി ആണ്. പിന്നെ ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 96,000 കിലോമീറ്റർ ആണ്. 96 ഡീസൽ വാഹനം, വി ഓപ്ഷൻ ആണ്. ഫുള്ളിന്റെ VXL ആണ് ടോപ്പ്, ടോപ്പ് അതിന് തൊട്ട് താഴെ സൺറൂഫ് വരാത്ത വാഹനം, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്, ടയർ കാര്യങ്ങൾ എല്ലാം നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഒന്നും ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആകെയുള്ള ഈ ഗ്ലാസിന്റെ ക്രാക്ക് ആണ്, അത് നമ്മൾ മാറ്റിയിട്ട് പാർട്ടിക്ക് കൊടുക്കാം. ഇത് ഓൾറെഡി ഒറിജിനൽ ഗ്ലാസ് ആണ്, അതിലാണ് ക്രാക്ക് വന്നത്. ഓക്കെ, മാറ്റേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. അതെ, ചെറിയ ക്രാക്കാണ്. ഓക്കെ, അതെ. അപ്പോൾ ഇതിന്റെ ടോട്ടൽ നമ്മൾ ആസ്ക് ചെയ്യുന്ന റേറ്റ് 5.5 ലക്ഷം രൂപയാണ്. പക്ഷെ 5.4 നമുക്ക് വിത്ത് NOCയിൽ 5,25,000 രൂപയ്ക്ക് 2000 NOC എടുത്തിട്ടില്ല, നമുക്ക് ചെയ്തു കൊടുക്കാം. പാർട്ടിക്ക് ഡയറക്റ്റ് തന്നെ ചെയ്തു കൊടുക്കാം. ഓക്കെ, 2016 വി ഓപ്ഷൻ ഡീസൽ സിറ്റി നിങ്ങൾക്ക് NOCയിൽ കൊണ്ടുപോകാം. 5,25,000 അല്ലേ? 5,20,000. അങ്ങോട്ടേക്ക് മാറുന്നുണ്ടെങ്കിൽ ഒരു 75,000 80,000 രൂപേൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. ഓക്കെ, മൈലേജ് ആണെങ്കിൽ 20 above കിട്ടും. അതെ, വേറെ സൗണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകാം, നോ പ്രോബ്ലം. നമ്മൾ തന്നെ ഫുൾ ഗ്യാരണ്ടിയാണ്, ഷോപ്പല്ല. പിന്നെ എന്തായാലും അടുത്തൊരു ഡീസൽ റിറ്റ്സ് ആണ്, KL 5 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഇത് ഡീറ്റെയിൽ? ഇത് 2015 മോഡല്, ഇപ്പോൾ 3rd ഓണറിലാണ് കിടക്കുന്നത്. ഓക്കെ, കർണാടക റിയായതാണ്. ഇങ്ങോട്ടായി കഴിഞ്ഞു, ആയി കഴിഞ്ഞതാണ്, കോട്ടയത്തേക്കായി. അതെ. ഓക്കെ, പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3rd ഓണറിലാണ് ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ ഇതിന് ഒരു ഡോറ് ചേഞ്ച് ഉണ്ട്, ജസ്റ്റ് ഒരു ബൈക്കുകാരൻ വന്നിട്ട് തട്ടിയിട്ട് മാറ്റിയതാണ്. ഓക്കെ, അപ്പോൾ അത് പാർട്ടി വണ്ടിയാണ്, ഓൾറെഡി അവർ കച്ചവടത്തിനായിട്ട് ഇട്ട് തന്നതാണ്. അപ്പോൾ ചെറിയ കുറെ ആളുകൾ വന്നിരുന്നു ചെറുവണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ വാങ്ങി വെച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ അവർ പറയുന്നത് LDI VDI ആയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അലൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പവർ വിൻഡോ ഉണ്ട്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. വർക്കിംഗ് കാര്യങ്ങളൊക്കെ കണ്ടീഷനാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ പേപ്പർ ഇപ്പോൾ ടോട്ടൽ അവർ ചോദിക്കുന്നത് 2.25 പക്ഷേ 2.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് പാർട്ടിക്ക് കൊടുക്കാൻ കഴിയും. 2,50,000 രൂപയ്ക്ക് 2015 LDI VDIയിലേക്ക് കൺവേർട്ട് ചെയ്ത റിറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഒരൊറ്റ ഡോറ് മാറിയിട്ടുണ്ട്, അത് കാരണം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വേറെ നിങ്ങൾക്ക് എന്തായാലും ചെക്ക് ചെയ്യാൻ. അതെ, മൊത്തമായിട്ട് ചെക്ക് ചെയ്തിട്ടല്ലേ എടുക്കാം. കിലോമീറ്റർ എത്രയാ? ഇത് 1.6 10 ഓടിയിട്ടുള്ളൂ. 1.6 അല്ല? ഓക്കെ, എന്തായാലും നോക്കാം. നല്ല മൈലേജ് കിട്ടുന്നൊരു റിറ്റ്സ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറെ ഒരു പൈസ നിങ്ങൾ ചിലവാക്കേണ്ട. 2,50,000 രൂപയ്ക്ക് 2.50 കൊണ്ടുപോകാം. ഓക്കെ, ലോണ് കിട്ടുമോ ഇതിൽ? ലോണ് ചെയ്യാം. എത്ര വരെ കിട്ടും? എന്തായാലും 2 രൂപ എന്തായാലും ചെയ്യാം. മാക്സിമം ഫുൾ ലോൺ കിട്ടും, പക്ഷേ 2 രൂപ എന്തായാലും ചെയ്യാം. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു ഇന്നോവയാണ്. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷനിലേക്ക് മാറിയതാണ്. ഓക്കെ, എങ്ങനെയാണ്? 2013 മോഡലാണ്, 14 രജിസ്റ്ററോട് കൂടിയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ 2nd ഓണറിലാണ് വണ്ടി ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. 1.57 ടോട്ടൽ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ അപാകതകളൊന്നും തന്നെ ഇല്ല. ഫുൾ ക്ലീൻ വണ്ടിയാണ്. ഇന്റീരിയർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കാം. കട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. 13 മോഡൽ 14 രജിസ്ട്രേഷൻ G4 വണ്ടി, G4 ഇന്നോവ തന്നെ. വേറെ ഒരു വർക്കുമില്ല. 1.57 ഓട്ടോ ഉണ്ട്, കമ്പനി സർവീസ്, കേരള രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. ഇനി നിങ്ങളൊന്നും ചെയ്യാനില്ല. ലോണ് കിട്ടുന്ന ഒരു ഇന്നോവയാണ്. അതെ, ലോണ് കിട്ടുന്നുണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 8 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 7.25 നമുക്ക് കൊടുക്കാം. 7,75,000 രൂപ നിങ്ങൾക്ക് ഈ ഒരു ഇന്നോവ കൊണ്ടുപോകാം. ഒരു 6-6.5 ലോൺ കിട്ടും. 6 വരെ ലോൺ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ലോൺ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കമ്പയർ ചെയ്തിട്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത് ഇത് കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്, റീപ്ലേസും ഇല്ലാത്ത ക്ലീൻ പീസ് വണ്ടിയാണ്. അപാകതകളൊന്നും തന്നെ ഇല്ല. 14 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 13 മോഡൽ 14 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 7.25 കൊണ്ടുപോകാം. ഒരു 1-1.5 ലക്ഷമൊക്കെ കണ്ടാൽ ഇറക്കാൻ അല്ലേ? ഇവിടെ കാണിച്ച വണ്ടികളിൽ ഇപ്പോൾ ലോൺ കിട്ടുന്ന ഒറ്റ ഇന്നോവ നമ്പർ ആയത്. അല്ല, NOCയിൽ നമ്മൾ ലോൺ ചെയ്യുന്നുണ്ട്. NOCയിലും ചെയ്ത് കൊടുക്കും. ഓക്കെ, പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. NOC തന്നെ ചെയ്തു കൊടുക്കാം, എവിടെയും കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ നമ്മൾ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്ന് പുള്ളി പോവാണ് പുതിയ സ്റ്റോക്കിനായിട്ട്. ആ സ്റ്റോക്ക് എത്തിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം അല്ലേ? ഓക്കെ, പുതിയ സ്റ്റോക്ക്. അപ്പോൾ നോവയിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ
മാക്സിമം ഒന്ന് ഷെയർസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് വായിക്കാതെ ഞാൻ ഒരു വീഡിയോ പോലും മുന്നോട്ടേക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ എല്ലാ കമൻസും വായിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോ. താങ്ക് യു. ഓക്കെ, വെൽക്കം.